2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേർന്നതാണ് ഇടവക്കൂറ്. മാനസിക ക്ഷേമം ഉണ്ടാകും. മാനസികമായിട്ട് പല രീതിയിലും സന്തോഷങ്ങളും, അതുപോലെ മനസ്സിനൊരു ഭയങ്കരമായ ഒരു ഇതുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുപോലെ കീർത്തി ലഭിക്കും, ഒരു പേര് പ്രശസ്തിയൊക്കെ ലഭിക്കും. പലരുടെയും വിശ്വാസങ്ങൾക്ക് പാത്രമാകും. പല ആൾക്കാരുടെയും അയാളെ വിശ്വസിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒരു വിശ്വസ്തനാകും. അങ്ങനെ ഒരു വിശ്വസിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വല്ല കമ്പനി നടത്തുന്നവരോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കുറേ കാലം പോകേണ്ടി വരുമ്പോൾ അവരുടെ വസ്തുവകകളും തോട്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഒരു കെയർ ടേക്കർ എന്ന നിലയിൽ നിങ്ങളെ വിശ്വസ്തത മൂലം വയ്ക്കുന്നതിനും ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ ദീർഘായുസ് കാണുന്നുണ്ട്. അതുപോലെ ഷെയർ മാർക്കറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്, അതുപോലെയുള്ള ഡിപ്പോസിറ്റുകളിൽ നല്ല രീതിയിലുള്ള സ്ഥാപനങ്ങളുടെ സമ്പാദ്യ പദ്ധതികളിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ആദായം ഈ ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതാണ്. അതുപോലെ മോശപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ നിക്ഷേപിച്ചില്ലെങ്കിൽ ആ നിക്ഷേപങ്ങൾ തന്നെ തിരിച്ചു കിട്ടുക പ്രയാസമായിരിക്കും. പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സഫലമാകുന്ന ഒരു മാസമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇണയെ കണ്ടുപിടിക്കാനും വിവാഹ നിശ്ചയമോ നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പലരുടെയും എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതൊക്കെ മാറിക്കിട്ടും, ഏറെക്കുറെ മാറിക്കിട്ടും. ശത്രുശല്യം കുറയാൻ സാധിക്കും. അതുപോലെ പല രീതിയിലും ധനനേട്ടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ധനനേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള ഒരു മാസം കൂടിയാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും രോഗത്തിന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ശമനം കിട്ടും, കുറവുകളൊക്കെ കിട്ടുന്ന ഒരു മാസമാണ്. അതുപോലെ ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ലഭിക്കേണ്ടിയിരുന്ന പ്രൊമോഷൻ, നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് നിങ്ങൾക്ക് ഒരു തടസ്സം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാനായിട്ട് ആദ്യമൊക്കെ വരുമെങ്കിലും ഒരു തടസ്സം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുപിടിച്ച് വേണ്ടുന്ന രീതിയിൽ ആ തടസ്സങ്ങൾ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, യോജിപ്പിക്കേണ്ടവരൊക്കെ യോജിപ്പിക്കുകയോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ആ തടസ്സം മാറിക്കിട്ടാവുന്നതേ ഉള്ളൂ. ശുഭകർമ്മങ്ങൾ ഫലിക്കാതിരിക്കാം. ആയതിനാൽ വിനാശകനായ വിഘ്നേശ്വരനെ, ഗണപതി ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മേലധികാരികളിൽ നിന്നും ഭയം വരാം. സർക്കാരിൽ നിന്ന് സമൻസോ അങ്ങനെയുള്ള നോട്ടീസൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തകർ ചിലർ നിരാശ വരേണ്ട ഒരു സാധ്യതയും പൊതുപ്രവർത്തകർക്ക് കാണുന്നുണ്ട്. അപകീർത്തി ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ചിലർക്ക് പല വിവാദങ്ങളിൽപ്പെടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു തീർത്ഥാടനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. സഹോദരന് ദോഷം കാണുന്നുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണം നടക്കുന്നത് കൃത്യമല്ല എന്നാണ് ഇതിൽ കാണുന്നത്. ഇനി ഇടവക്കൂറിൽ വരുന്ന ആൾക്കാരുടെ ഫലങ്ങൾ ആ നക്ഷത്രങ്ങളുടെ അനുസരിച്ച് പ്രായത്തിനനുസരിച്ചും അത് വേർതിരിച്ചാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ശരീരസുഖം ലഭിക്കുന്ന ഒരു മാസമാണ്. അവർക്ക് വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ അവർക്ക് ആഭരണങ്ങളായി കിട്ടുന്നതിനും സമ്മാനങ്ങളായി കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ സർജറി അവർക്ക് നടക്കേണ്ടതായിട്ട് കാണാം. അതുപോലെ ഈ സമയത്ത് കൂട്ടുകെട്ടുകൾ, ഈ കുട്ടി ആരോട് കൂട്ടുകെട്ടുന്നു, ആരോടൊക്കെ എവിടെ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം രക്ഷകർത്താക്കൾ നിരീക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ സമയം ഇതിൽ എല്ലാ കുട്ടികളുമല്ല, ചില കുട്ടികൾ ദുർനടപടികളിലേക്ക് പോകുന്നതിനും അതുമൂലം ജയിൽ ശിക്ഷയൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പല രോഗങ്ങൾ വരാം. അവർക്ക് വേണ്ടപ്പെട്ട ആൾ, അവർ ഏത് കാര്യത്തിനും സഹായിക്കുന്ന ഒരാളുടെ വേർപാട് വളരെ ദുഃഖമുണ്ടാക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് മയക്കിനും മദ്യപരത്തിനും ഒക്കെ അടിമയാകാൻ ഒരു സാധ്യതയുണ്ട്. കാരണം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ശ്രദ്ധിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അവർക്ക് കുറച്ച് മാനസിക പ്രയാസങ്ങളും
മറ്റുമൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. അതൊക്കെ പരിഹരിക്കേണ്ട ഒരു സമയമാണ്. ധനവും ധാരാളമായിട്ടുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. മാത്രമല്ല ഇതിൽ ചില നക്ഷത്രക്കാർ, കാർത്തിക നക്ഷത്രക്കാരിൽ ചിലർ തന്നെ ചില ആത്മീയതയിലേക്ക് തിരിയുന്നതിനൊരു സാധ്യതയുണ്ട്. അവർക്ക് മനസ്സിനൊക്കെ നല്ല എപ്പോഴും ഒരു ഉറപ്പും ഉന്മേഷവും കൃത്യതയൊക്കെ കിട്ടുന്നു. അതുപോലെ തൊഴിലിലെ തടസ്സങ്ങളും അവർക്ക് മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് അവർ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങളെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ അവർ ചില അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരികയും ചെയ്യും. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിലുള്ള വേർപാടുകൾ, അതിന് കുറേ കാലം ദൂരത്ത് താമസിക്കേണ്ടി വരികയോ എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ അന്യനാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വാദം മുതലായ ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 71 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും അവർക്ക്. പക്ഷേ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ദഹന, അതായത് വയറിലൊരു ദഹന ഒരു പ്രക്രിയയ്ക്ക് ഒരു തകരാറ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫുഡ് പോയ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ ധനത്തിനും ധാന്യത്തിനൊന്നും കുറവ് വരുന്നില്ല. അടുത്ത രോഹിണി നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലൊരു സർജറി അവർക്ക് വേണ്ടി വരാം. ചെറിയ രീതിയിലുള്ള ഒരു സർജറിയാണ്. അതുപോലെ തന്നെ ഇതിൽ രോഹിണി നക്ഷത്രക്കാരിലെ ചിലർക്ക് ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി, കഫക്കെട്ട് എന്നിവ മൂലമുള്ള അസുഖങ്ങൾ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുക്കൾക്കൊക്കെ ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ദൂരെ യാത്ര ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ചില മുൻകാലങ്ങളിലുള്ള രോഗങ്ങൾ, ആസ്മ, വലിവ്, മറ്റുള്ള കഷ്ടപ്പാടുകൾ, ബന്ധുക്കളുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ധാരാളം ഗുണഫലങ്ങൾ കിട്ടുകയും വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും നല്ല ജോലി കിട്ടുന്നതിനുള്ള ഒരു സാധ്യത അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സാമ്പത്തിക ശേഷിയും അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാം. നല്ലൊരു ഫലമാണ് അവർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായിരുന്നാലും അവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു സമയമാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. അത് നിങ്ങളുടെ ഉയർച്ചയിൽ, ഒന്നേ രാഷ്ട്രീയ ഉയർച്ചയിലോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അവരുടെ പദവി അങ്ങനെയൊക്കെ നോക്കുമ്പോഴോ ഏത് രീതിയിലും അവർക്ക് അസൂയ തോന്നുന്ന ആൾക്കാർ ഇത് ചില അപവാദങ്ങൾ പരന്നു വരുത്തുകയും അതുമൂലം ചില കേസുകൾ നിങ്ങളുടെ പേരിൽ കള്ളക്കേസുകൾ, പരാതികളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അതൊക്കെ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് എല്ലാം ഒരു തട്ടിക്കൂട്ടിയതാണ്, അല്ലെങ്കിൽ അതെല്ലാം കൃത്രിമമാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാനും സാധിക്കും. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ചില മോശമായ പ്രവൃത്തികൾ, ദുഃഖങ്ങൾ, അതെല്ലാം പരിഹാരമായി അവർക്ക് വളരെ നല്ല ഒരു സമയമാണ് അവർക്ക് കിട്ടാവുന്നത്. ഈ 61 മുതൽ 78 വയസ്സ് വരെ അവർക്ക് വളരെ നല്ല, അത് 78 വയസ്സും അതിന് മുകളിലോട്ടും അവർക്ക് വളരെ നല്ലൊരു സമയമാണ് ജീവിതത്തിലേക്ക് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത മകയിരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങൾ, അവരുടെ ഉറ്റ ബന്ധുക്കൾ, അവരെ സഹായിക്കുന്ന ഒരു ബന്ധു ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സംരക്ഷണം കൊടുക്കുന്ന ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ വീടിനെ ധനപരമായി സഹായിക്കുന്ന ഒരാളായിരിക്കാം. അവരുടെ ഒരു മരണം ഈ കുടുംബത്തിന് വലിയൊരു പ്രയാസമുണ്ടാക്കും. എന്നാലും അത് മാറിക്കിട്ടും. ക്രമേണ ആ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടി നല്ലൊരു ഇതിലേക്ക് വരും. മാത്രമല്ല ഒരു വീട് മാറുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ സമയത്തേക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില മകയിര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി കിട്ടുന്നു. അതുകൊണ്ട് ആ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു തൊഴിൽ കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് വിവാഹവും സന്താന ഭാഗ്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ അവരെക്കുറിച്ച് കേൾക്കാം. അവർ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു വരുത്തുകയും അതുമൂലം ചില മാനസിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാം. എങ്കിലും അത് കാലത്തിൻ്റെ ഇതുകൊണ്ട് മറക്കുന്നതിനാൽ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത വരാം.
ഈ സമയം ഇതിൽ ചില മകര നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസം ചെയ്യാൻ, താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി, ദൂര സ്ഥലത്തേക്ക് പോയി താമസിക്കേണ്ടതായിട്ടും വരാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം അവർക്ക് ലഭിക്കുന്ന ഒരു നല്ല സമയമാണ്. ബുദ്ധിയൊക്കെ നേർ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കും. ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാകാതെ പോകുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ചില അസുഖങ്ങൾ അവർക്ക് ഉണ്ടാകുമെങ്കിൽ തന്നെയും കൃത്യമായ വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അതെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.